ഇത് ഞാൻ ഇന്ന് വീട്ടിലുണ്ടാക്കിയ രസത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എൻ്റേതായ രീതിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായത് തക്കാളി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, മല്ലിയില, വറ്റൽമുളക്, പുളി, ഉലുവ, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായംപൊടി, വെളിച്ചെണ്ണ എന്നിവയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1 നുള്ള് ഉലുവയും 1 നുള്ള് കടുകും ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളകാണ്. ഒരു പിടി കുരുമുളക് ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി പൊടിയായിട്ടിരിക്കണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്ത രീതിയിലാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇതും കൂടി ചേർത്ത് ഇതിലേക്ക് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്തേക്ക് നമ്മൾ ഒരു പാത്രത്തിൽ ഉണ്ട പുളി വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുമ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ആ പുളി നന്നായി ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തവി വെച്ച് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. എനിക്ക് കപ്പ് കണക്ക് അങ്ങനെ അറിയില്ല. ഞാൻ എൻ്റേതായ രീതിക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയോ 2 തക്കാളിയോ ചേർത്ത് കൊടുക്കാം. എൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള 1 തക്കാളി ആയതുകൊണ്ട് ഞാൻ 1 തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ചും കൂടി തക്കാളി കഷ്ണങ്ങളൊക്കെ വലിയ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആ തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വരണം കേട്ടോ. എന്നാലാണ് ഈ രസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നന്നായി വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നന്നായി തിളച്ച് കുറുകണമെന്നില്ല, നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ രസം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഉലുവയും കടുകൊക്കെ പൊട്ടിക്കണം നമുക്ക് അവസാനം ചെയ്യാം. ഞാൻ ആദ്യം ചെയ്തു എന്നുള്ളൂ, എൻ്റെതായ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ലാസ്റ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളി കായം